ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ആനുകാലിക വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം പാപ്പനംകോട്. തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോട് എന്ന സ്ഥലത്താണ് സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ മെലാനിസ്റ്റിക് ടൈഗർ സഫാരി സ്ഥാപിക്കുന്നത് ഉത്തരം ഒഡീഷ. ഒഡീഷയിലെ സിമിലിപാൽ ടൈഗർ റിസർവിന് സമീപമാണ് മെലാനിസ്റ്റിക് ടൈഗർ സഫാരി സ്ഥാപിക്കുന്നത്. ലോകത്തിലെ മെലാനിസ്റ്റിക് കടുവകളുടെ ഏക ആവാസ കേന്ദ്രമാണ് സിമിലിപാൽ ടൈഗർ റിസർവ്. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത് ഉത്തരം ജാംനഗർ. ഗുജറാത്തിലെ ജാംനഗറിലാണ് ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാന്റ് നിലവിൽ വരുന്നത്. സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനായി നിലവിൽ വരുന്ന പദ്ധതി. സ്കൂളുകൾക്ക് സമീപമുള്ള റോഡുകളിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനായി നിലവിൽ വരുന്ന പദ്ധതി ഉത്തരം സേഫ് റോഡ് പദ്ധതി. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ്? ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ഉത്തരം ജനുവരി 26. 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം എന്താണ്? ജനാധിപത്യത്തിന്റെ മാതാവ്, വികസിത ഭാരത് എന്നതാണ് 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം. 2024 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. 2024 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 132 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്. 5 പേർക്ക് പത്മവിഭൂഷൺ, 17 പേർക്ക് പത്മഭൂഷൺ, 110 പേർക്ക് പത്മശ്രീ എന്നിങ്ങനെ 132 പേർക്കാണ് 2024 പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്. 2024 പത്മവിഭൂഷൺ പുരസ്കാരം 5 പേർക്കാണ് ലഭിച്ചത്. വൈജയന്തിമാല. തമിഴ്നാട്ടിൽ നിന്നുള്ള നടിയും നർത്തകിയുമായ വ്യക്തിയാണ് വൈജയന്തിമാല. കല എന്ന മേഖലയിൽ നിന്നാണ് വൈജയന്തിമാലയ്ക്ക് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. ചിരഞ്ജീവി. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള സിനിമാ താരമാണ് ചിരഞ്ജീവി. ഇദ്ദേഹത്തിനും കല എന്ന മേഖലയിൽ നിന്നാണ് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. പത്മ സുബ്രഹ്മണ്യം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭരതനാട്യം നർത്തകിയാണ് പത്മ സുബ്രഹ്മണ്യം. കല എന്ന വിഭാഗത്തിൽ നിന്നാണ് പത്മ സുബ്രഹ്മണ്യത്തിന് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വ്യക്തിയാണ് വെങ്കയ്യ നായിഡു. രാഷ്ട്രീയ പ്രവർത്തകനാണ്. പൊതുകാര്യം എന്ന വിഭാഗത്തിൽ നിന്നാണ് വെങ്കയ്യ നായിഡുവിന് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. ബിന്ദേശ്വർ പതക്. ബീഹാറിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകനാണ് ബിന്ദേശ്വർ പതക്. സാമൂഹിക സേവന മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. സുലഭ് ഇന്റർനാഷണൽ എന്ന സന്നദ്ധ സംഘടന സ്ഥാപിച്ചത് ബിന്ദേശ്വർ പതക് ആണ്. മരണാന്തര ബഹുമതിയായിട്ടാണ് ബിന്ദേശ്വർ പതകിന് 2024 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2024 പത്മഭൂഷൺ ബഹുമതി 17 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 2 പേർ മലയാളികളാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീബി, മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ എന്നിവരാണ് 2024 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളികൾ. പൊതുകാര്യം എന്ന മേഖലയിൽ നിന്നാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ജസ്റ്റിസ് ഫാത്തിമ ബീബിക്ക് മരണാന്തര ബഹുമതിയായിട്ടാണ് 2024 പത്മഭൂഷൺ ബഹുമതി ലഭിച്ചത്. ഗായിക ഉഷ ഉതുപ്പ്, മിഥുൻ ചക്രവർത്തി, വിജയ്കാന്ത് എന്നിവരും 2024 പത്മഭൂഷൺ ബഹുമതി ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. 2024 പത്മശ്രീ പുരസ്കാരം 110 പേർക്കാണ് ലഭിച്ചത്. ഇതിൽ 6 പേർ മലയാളികളാണ്. എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ചിത്രൻ നമ്പൂതിരിപ്പാട്. മരണാന്തര ബഹുമതിയായിട്ടാണ് 2024 ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. ആധ്യാത്മികാചാര്യൻ മുനി നാരായണ പ്രസാദ്, തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ് തമ്പുരാട്ടി, കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, കാസർകോട്ടെ നെൽകർഷകനായ സത്യനാരായണ ബലേരി, തെയ്യം കലാകാരൻ ഇ പി നാരായണ പെരുവണ്ണാൻ,
എന്നിവരാണ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ. പാർവതി ബർവ. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ പാർവതി ബർവയും 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം 2024 മരണാന്തര ബഹുമതിയായി ലഭിച്ചതാർക്ക്? ഉത്തരം കർപ്പൂരി ഠാക്കൂർ. ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇദ്ദേഹമാണ് പിന്നോക്ക സംവരണത്തിന്റെ ആദ്യ പ്രയോക്താക്കളിലൊരാൾ. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വരുന്ന നഗരം ഏത്? ഉത്തരം കൊച്ചി. 2025 നടക്കുന്ന ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാവുന്നത് എവിടെയാണ്? 2025 നടക്കുന്ന ഏഷ്യൻ വിന്റർ ഗെയിംസിന് വേദിയാവുന്നത് എവിടെയാണ്? ഉത്തരം ചൈനയിലെ ഹെർബിൻ. ചൈനയിലെ ഹെർബിൻ എന്ന സ്ഥലത്ത് വെച്ചാണ് 2025 ഏഷ്യൻ വിന്റർ ഗെയിംസ് നടക്കുന്നത്. 9ാമത് ഏഷ്യൻ വിന്റർ ഗെയിംസാണ് ഹെർബനിൽ നടക്കുന്നത്. ഇന്ത്യയിലെ റംസാൻ സൈറ്റുകളുടെ സംരക്ഷണത്തിനായി 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി. ഇന്ത്യയിലെ റംസാൻ സൈറ്റുകളുടെ സംരക്ഷണത്തിനായി 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി. ഉത്തരം അമൃത് ധരോഹർ പദ്ധതി. 2023 ജൂണിലാണ് അമൃത് ധരോഹർ പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറുന്നത് എന്നാണ്? ഉത്തരം 2024 നവംബർ 1. 2024 നവംബർ 1 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി മാറും. 96ാമത് ഓസ്കാർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ലഭിച്ച സിനിമ ഏത്? 96ാമത് ഓസ്കാർ പട്ടികയിൽ ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശം ലഭിച്ച സിനിമ. ഉത്തരം ഓപ്പൺഹൈമർ. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ളതാണ്? തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ എന്ന ചലച്ചിത്രം ആരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം സുഗതകുമാരി. സുഗതകുമാരിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ചലച്ചിത്രമാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്നാണ്? അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം ജനുവരി 24. വിദ്യാഭ്യാസത്തിലൂടെ സമാധാനവും വികസനവും ലക്ഷ്യമിട്ട് 2018 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമായി ജനുവരി 24 ആചരിക്കുവാനുള്ള പ്രമേയം പാസാക്കിയത്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രോസസർ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രോസസർ. ഉത്തരം കൈരളി. കേരളത്തിൽ ആദ്യമായാണ് ഒരു സർവകലാശാലയിൽ AI പ്രോസസർ വികസിപ്പിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ രോഗപ്രതിരോധത്തിനായി ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ തദ്ദേശീയ വാക്സിൻ. ഉത്തരം ഹെവി ഷുവർ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വരുന്ന ദേശീയ പാത ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ് നിലവിൽ വരുന്ന ദേശീയ പാത. ഉത്തരം NH 66. സംസ്ഥാനത്തെ ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏത്? സംസ്ഥാനത്തെ ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല. ഉത്തരം വയനാട്. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി. ഉത്തരം ഏകാരോഗ്യ പദ്ധതി. ലോക ബാങ്കുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്ത് ആദ്യമായി കേരളത്തിലാണ് ഏകാരോഗ്യ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ ബാലികാ ദിവസ് എന്നാണ്? ദേശീയ ബാലികാ ദിവസ് ജനുവരി 24. കൂനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൂനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് കൂനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരള നിയമസഭയിൽ ഏറ്റവും കുറച്ചു സമയം കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ച ഗവർണർ. ഉത്തരം ആരിഫ് മുഹമ്മദ് ഖാൻ. 2024 ജനുവരിയിൽ ഇറാൻ വിക്ഷേപിച്ച ഉപഗ്രഹം. ഉത്തരം സുറയ്യ.
സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം ഏത്? സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാലയാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം കേരള കലാമണ്ഡലം. ഉത്തരം കേരള കലാമണ്ഡലം. സംസ്ഥാനത്ത് തെരുവുനായി ആക്രമണത്തിൽ നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റി. ഉത്തരം സിരിജഗൻ കമ്മീഷൻ. 2024 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായി മാറിയ രാജ്യം. ഇന്ത്യ. ചരിത്രത്തിൽ ആദ്യമായി ഹോങ്കോങ് ഓഹരി വിപണിയെ ഇന്ത്യൻ വിപണി പിന്തള്ളി. ഇതോടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ഓഹരി വിപണിയായി ഇന്ത്യ മാറിയത്. 2024 ജനുവരിയിൽ ഇഷ ചുഴലിക്കാറ്റ് വീശിയ രാജ്യം ഏത്? ഉത്തരം ബ്രിട്ടൻ. 2023 സാങ്കല്പിക ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ നായകനായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ തെരഞ്ഞെടുത്തത്. ഉത്തരം രോഹിത് ശർമ്മ. ഇന്ത്യയിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വരുന്ന നഗരം ഏത്? ഉത്തരം ബംഗളൂരു. ബംഗളൂരിലെ അപ്പോളോ കാൻസർ സെന്ററിലാണ് ഇത് നിലവിൽ വരുന്നത്. മലേറിയയ്ക്കെതിരായി ലോകത്ത് ആദ്യമായി പതിവ് വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യം. ഉത്തരം കാമറൂൺ. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളം ഒന്നായി നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം കെ-വോക്ക്. അടുത്തിടെ GI ടാഗ് ലഭിച്ച കാച്ചി ഗറക്ക് ഏത് സംസ്ഥാനത്തെ ഫലമാണ്? ഉത്തരം ഗുജറാത്ത്. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി സ്ഥാപിക്കുന്ന സ്പേസ് നിലയത്തിന് നൽകുന്ന പേര്. ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന സ്പേസ് നിലയത്തിന് നൽകുന്ന പേര്. ഉത്തരം ഭാരതീയ അന്തരീക്ഷ ഭവൻ. ഇന്ത്യയിലെ 1 കോടി വീടുകളിൽ പുരപ്പുറ സൗരോർജ പാനൽ സ്ഥാപിക്കാനായുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ പേര്. ഉത്തരം പ്രധാനമന്ത്രി സൂര്യോദയ യോജന. ICCയുടെ 2020 ടീമിന്റെ ക്രിക്കറ്റ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം. ഉത്തരം സൂര്യകുമാർ യാദവ്. 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച കായ് ചട്നി ഏത് സംസ്ഥാനത്തെ വിഭവമാണ്? ഉത്തരം ഒഡീഷ്യ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദേൽ സലാദോ കീഴടക്കിയ മലയാളി ആര്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമായ ചിലിയിലെ ഓഗോസ് ദേൽ സലാദോ കീഴടക്കിയ മലയാളി. ഉത്തരം ഷെയ്ഖ് ഹസൻ ഖാൻ. പരാക്രം ദിവസ് അഥവാ ദേശ് പ്രേം ദിവസ് എന്നാണ്? ഉത്തരം ജനുവരി 23. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് ജനുവരി 23. 1897 ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത വ്യോമ അഭ്യാസമാണ് എക്സൈസ് ഡെസേർട്ട് നൈറ്റ്? ഉത്തരം ഇന്ത്യ, UAE, ഫ്രാൻസ്. ഇന്ത്യ, UAE, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത വ്യോമ അഭ്യാസമാണ് എക്സൈസ് ഡെസേർട്ട് നൈറ്റ്. 2024 ജനുവരിയിൽ 100ാമത് ചരമവാർഷികം ആചരിച്ച റഷ്യൻ വിപ്ലവത്തിന്റെ ശില്പിയും USSRന്റെ സ്ഥാപകനുമായ വ്യക്തി ആര്? ഉത്തരം ലെനിൻ. 2024 ജനുവരിയിൽ ചന്ദുബി ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആസാം. 2023 ഏറ്റവും മികച്ച ഏകദിന ക്രിക്കറ്റർക്കുള്ള ICC പുരസ്കാരം നേടിയ ഇന്ത്യൻ താരം. ഉത്തരം വിരാട് കോഹ്ലി. ചൊവ്വ പര്യവേഷണ ദൗത്യവുമായി ബന്ധപ്പെട്ട് നാസ വിക്ഷേപിക്കുന്ന സൗരോർജ വിമാനത്തിന്റെ പേര്. ഉത്തരം മാഗി. ചൊവ്വയിലെ ജലസാന്നിധ്യം, മീഥേൻ സാന്നിധ്യം, കാന്തിക ക്ഷേത്രം എന്നിവയുടെ പഠനമാണ് ലക്ഷ്യം. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി. അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്ന്? 2024 ജനുവരി 22. അയോധ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച പുതിയ വിഗ്രഹത്തിന് നൽകിയ പേര്. ഉത്തരം ബാലക് റാം.